വേഗായിക്കോട്ടേട്ടാ. എപ്പ തീരും? ഇന്ന് തീരോ? സൂക്ഷിച്ചു മുറിക്കിട്ടോ. അത് മലേഷ്യൻ തേക്കാ. ഇത് മലേഷ്യൻ തേക്കാ? ഇത് നാടൻ സാധനം ചേച്ചി. ചേച്ചി ഞാനാ പറ്റിച്ചത്. നാടനൊന്നുമല്ല. പിന്നെ കണ്ടാ തന്നെ അറിഞ്ഞോ നാടൻ സാധനം. ചേച്ചി ഞാനാ പറ്റിച്ചതാ. അത് കൊള്ളാം എന്തായാലും. ബാക്കിയുള്ളവരോടൊക്കെ നുണ പറയുന്ന പോലെ ആശാരിമാരോട് നുണ പറയാൻ പറ്റില്ലല്ലേ? അതാ വേഗം അങ്ങ് ചെയ്തിട്ട് ഇങ്ങനെ കുറെ നേരം തടിയിട്ട് ഉരുട്ടാൻ തുടങ്ങിയിട്ട്. ചേച്ചി തന്നെ കിടന്ന് പളകണ എന്തിന്? അങ്ങോട്ട് വേഗം ചെയ്യങ്ങോട്ട്. പൈസ വന്നിട്ടല്ലേ നല്ല അന്തസ്സായിട്ട്. അതെ, സാധാരണ കോഴിക്കോടൊന്നും പോരാ. നല്ല വെട്ടവും വെളിച്ചമൊക്കെ കയറണം. നല്ല ഉറപ്പുള്ള വാതിലും വേണം. നല്ല കൊട്ടാരം പോലെ ഇരിക്കണമായിരിക്കും കോഴിക്കൂടെ. കോഴിക്കൂടൊക്കെ കൊട്ടാരം പോലെ പണിയണമെന്ന് പറയായിരുന്നു. നീയേ സാധാരണ ഒരാളുടെ വീട്ടിലെ കോഴിക്കൂടല്ല പണിയണത്. വളരെ പ്രശസ്തനായിട്ടുള്ള ക്ലീറ്റോന്റെ വീട്ടിലെ കോഴിക്കൂട്. അതിന്റെ ഒരു പേരും പെരുമയും തനിക്ക് കിട്ടും. നന്നായിട്ടൊക്കെ പണിതാ. പിന്നെ ആ വാതിലൊക്കെ നല്ല നല്ല സ്ട്രോങ് ആയിട്ട് വെക്കണം. അല്ല കുറുക്കന്മാര് കയറും. അത് തന്നെ. അതുപോലെ ഇവിടെ വലിയൊരു കുറുക്കനുണ്ട്. ആ കുറുക്കൻ ഒട്ടും അകത്തേക്ക് കയറരുത്. നല്ല സ്ട്രോങ് ആയിരിക്കണം. താജ്മഹലിന്റെ പണി കഴിഞ്ഞ? ഇപ്പൊ കഴിയും ചേട്ടാ. ഇപ്പൊ കഴിയും. നമ്മുടെ കോഴിക്കോട് ആക്കങ്ങോട്. സമനപ്പെട്ട് ചേച്ചി. എത്ര ഈ മരത്തിന്? ഇതിപ്പോ പുതിയത് എടുക്കണ്ട. അവള് പഴയത് വേണ്ടെന്ന് പറഞ്ഞിട്ട് പുതിയ മരങ്ങൾ എടുത്താണ്. അതല്ലേ 2,500 റുപ്യ. 2,500 ആയി. പുതിയതിനാ? ആ, എനിക്കിതിപ്പോ പഴയത് എടുത്താണ് 5,000 രൂപയായി. 5,000? അതെങ്ങനെ? ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് അവന്മാർ പറഞ്ഞ ഏതോ കൊട്ടാരം പൊളിച്ചതൊക്കെയാണ്, അതാണ്. അപ്പോൾ ഇവള് പറഞ്ഞാൽ അത് തന്നെ മതി എന്ന് പറഞ്ഞു. അവളല്ലേ പൈസ കൊടുത്തത്. ഞാൻ പറഞ്ഞു നീ എടുത്തോന്ന് പറഞ്ഞു 5,000 രൂപയ്ക്ക്. പകുതി നോക്കി. ഇല്ല സത്യം, വെറുതെ കുടുംബകലം ഉണ്ടാക്കല്ലേ. അല്ല, കോഴിയാണെങ്കിലും അന്തസ്സായിട്ട് തന്നെ അതിനകത്ത് കൂട്ടി കിടക്കണമെന്ന്. എടേ അങ്ങോട്ട് ഒരക്കി എന്തോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കണ നീ. ഇതിപ്പോ പഴുത് വരുമ്പോ കോഴിക്കോടാവോ വേറെ വല്ലതും ആവോ. മൊത്തം ചിരി മാത്രം ഉള്ളേ. ഹലോ, ഒരപ്പ് മാത്രമേ കിടക്കണുള്ളൂ. എന്താ എവിടെയാ? പഞ്ചായത്തിലാ? കിട്ടിയാ? ശരി ശരി. എന്താ ഈ കോഴിയെ കിട്ടിയാ? കിട്ടിയാ? കോഴിയെ കിട്ടിയാ? എന്ത് പറ്റി? അല്ല, ഫാസിൽ അങ്ങോട്ട് വന്നിരുന്നല്ലോ. എന്നാ ഫാസിലിൻ്റെ അടുത്ത് കൊടുക്ക്. ഫാസിലെ എന്താ കാര്യം പറ. ശരി. ഇപ്പൊ എന്താണ് ഇപ്പൊ പ്രശ്നം? അങ്ങനെയുണ്ടാ? ഉണ്ടോ? അങ്ങനെ വരട്ടെ. അതന്നെ. അവിടുന്ന് പാട്ട് പാടാണ് ഇങ്ങനെ താളം വിട്ട് ചാട്ടിക്കൊണ്ടിരിക്കുന്നത്. വീക്ക മതി കളിയത്. കട്ട് ചെയ്തിട്ട് കാര്യം പറ. എന്നാ വെച്ചോ. ഇപ്പൊ കൊണ്ടുവരും. മതി നീ വരപ്പൊക്കെ നിർത്തിക്കോ. പണിയേ വേണ്ട, ഇനി പണിയൊന്നും വേണ്ട, നിർത്തിക്കോ. എത്ര എണ്ണം കിട്ടി? കാര്യം പറയാളിയാ. നിങ്ങൾ 2 എണ്ണല്ലടി. എവിടുന്ന് നടക്കാനാ എന്തെങ്കിലും കാര്യം? എന്തേ നടക്കൂലേ? കോഴിയെ കിട്ടൂല. ഈ കോഴീനൊക്കെ വിതരണം ചെയ്യുന്നതേ നിർധനരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്കാണ് ഇപ്പോ. അമ്മ പക്ഷെ ഇപ്പൊ അതിനകത്ത് പെടില്ല എന്നാണ് അവര് പറയുന്നത്. അമ്മയ്ക്ക് കിട്ടിയ നിർവാഹം ഇല്ലാത്തത്. അമ്മയ്ക്ക് 60 വയസ്സ് കഴിഞ്ഞു. അച്ഛനും ജീവിച്ചിരിപ്പില്ല. പിന്നെന്താ? അച്ഛനും ജീവിച്ചിരിപ്പില്ല, അമ്മയും ജീവിച്ചിരിപ്പില്ല. അതെ, അച്ഛന്റെ പെൻഷൻ വാങ്ങുന്നുണ്ട് അമ്മ. പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ തൽക്കാലം കൊടുക്കേണ്ടത് അത്ര ഒരു തീരുമാനം. ഇത് ആദ്യമേ എന്റെ മനസ്സ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ തന്നെ വന്ന് പെടുന്നു. ചില്ലറയ്ക്കാ പെണ്ണുങ്ങൾ പൊടിച്ചത് ഇവിടെ. അല്ല, ഇപ്പൊ സന്തോഷമായല്ലോ. അല്ല ആയല്ലോ. ഇപ്പം തടിയുടെ പൈസ 2,000 രൂപ ഇപ്പൊ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പട്ടിക്കൂടെ എന്തെങ്കിലും ഉണ്ടാക്കാം. മലേഷ്യൻ തേക്കും എന്തൊക്കെയായിരുന്നു. ദേഷ്യ തോറ്റില്ലേ അളിയാ? ഇനി യുവമാരെ പറഞ്ഞു വിടണ്ടേ? എന്റെ കയ്യിൽ പൈസ ഇല്ല. നീ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോവാ. എന്റെ കയ്യിൽ എവിടുന്ന പൈസ? എൻ്റെ ഒരു പൈസ ഇല്ല അളിയാ.
ഇനിയിപ്പോൾ ഇവന് കൊടുക്കാനുള്ള കൂലിയുടെ ചില്ലറ പൈസ മാത്രമേ ഉള്ളൂ, വേറെ ഒരു പൈസ എൻ്റെ ഇല്ല. ആ അത് നിന്റെ കയ്യിലുണ്ടല്ലോ. ഇത് തന്നെ ഉണ്ട്. ഓ സമാധാനായി. ഇത് ഞാൻ കൊടുത്തോളാം, കുഴപ്പമില്ല. അളിയോ, ഇവന് കൊടുക്കാനുള്ള കൂലി ഞാൻ നിന്റെ അടുത്ത് കടം ചോദിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ നീ ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചാൽ? ഈ നമ്പറൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയായി ക്ലീറ്റോയ്ക്ക് ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ? ബുദ്ധിമാൻ തന്നെ. എത്രയുടെ നിന്റെ കൂലി?